ഗുഡ് മോർണിംഗ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് നിതിൻ MS. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും, അതുകൊണ്ട് തന്നെ ഈ പുതിയ വീഡിയോ കാണാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. എനിവേ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ലോൺലിനെസ്സിനെ കുറിച്ചാണ്. ലോൺലിനെസ് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പച്ച മലയാളത്തിൽ ഒറ്റപ്പെടൽ. നമ്മൾക്ക് ആരുമില്ല എന്നൊരു തോന്നൽ, നമ്മൾ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥ. ജീവിതത്തിൽ ആക്ച്വലി ലോൺലിനെസ് അനുഭവിക്കാത്തവരായിട്ട് ഒരാൾ പോലും ഉണ്ടാകത്തില്ല. ഈവൻ ഇനി നിങ്ങൾക്ക് ഒരു 50,000 ഫ്രണ്ട്സ് ഉണ്ടാവട്ടെ, നിങ്ങൾ ഈവൻ ഒരു സെലിബ്രിറ്റി ആവട്ടെ, ലോൺലിനെസ് അനുഭവിക്കാത്തവരായിട്ട് ലോകത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല. സോ ഇന്ന് ഈ ലോൺലിനെസ് നിങ്ങൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, ഈ ലോൺലിനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാം, അങ്ങനെയുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഒന്നാമത്തെ ടിപ്പാണ് സൊസൈറ്റിയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക. അതായത് സമൂഹമായിട്ട് ജസ്റ്റ് ഒന്ന് ഇടപഴകുക. എന്തെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദറോ എന്തെങ്കിലും, അതായത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫങ്ഷൻസ് വരികയാണെങ്കിലോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ചെല്ലുക. എന്നതിലുപരി നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ അയൽവക്കത്തുള്ള നെയ്ബേഴ്സുമായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ആരും ഇല്ലെങ്കിൽ പോലും, നിങ്ങളിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വയ്ക്കുക, ആരും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടൗണിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇപ്പം വില്ലേജ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നേച്ചറുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യുക. ജസ്റ്റ് എല്ലാം ഒന്ന് പുറത്തിറങ്ങി കണ്ട് നടക്കുക. ഏതെങ്കിലും ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ജസ്റ്റ് ഒരു ടോക്കിങ് മാത്രം മതി. അന്നേരം നിങ്ങൾ ഇൻ്റർനെറ്റ് ഫ്രണ്ട്ഷിപ്പ് അങ്ങനത്തെ ഒരു കാറ്റഗറിയിലിരിക്കാതെ ആ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ സൊസൈറ്റിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ചെല്ലുക. ജസ്റ്റ് ഒരാഴ്ച നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള നിങ്ങളുടെ ആരെങ്കിലും ഒരു സുഹൃത്തിനെ പോയി കാണുകയോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിങ്ങിന്, ഒറ്റയ്ക്കാണെങ്കിൽ പോലും ഒരു ഷോപ്പിങ്ങിന് നിങ്ങളൊന്ന് പോവുകയോ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഈവൻറ്റ്, കൾച്ചറൽ ഈവൻറ്റ്സ് അങ്ങനത്തെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സൊസൈറ്റിയുമായിട്ട് കൂടുതലൊന്ന് ഇടപഴകാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളൊന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ 30% നിങ്ങളുടെ ഈ ലോൺലിനെസ്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. സോ വീട്ടിനകത്ത് അടച്ചു മൂടിയിരിക്കാതെ സൊസൈറ്റിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിച്ചെല്ലുക. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ടിപ്പാണ് നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക. ഫൈൻഡ് എ ഗുഡ് ഫ്രണ്ട്. ഗുഡ് ഫ്രണ്ട് എന്നുള്ള ആ ഒരു വേർഡിനകത്ത് തന്നെ ഉണ്ട്. സാധാരണ ഇപ്പം ഹായ് ബായ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം തരുന്നത്, അങ്ങനത്തെ ഉള്ള രീതിയിലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. സ്നേഹം തരണം, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സിറ്റുവേഷൻ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ കൂടെ നിൽക്കാനും, നിങ്ങളെ അത് പറഞ്ഞ് മനസ്സിലാക്കാനും, നിങ്ങളെ നേർവഴിക്ക് നടത്താനും, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഫീലിങ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു ഫ്രണ്ടിനെ. APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് 1000ഓളം ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ളതല്ല വലിയ കാര്യം, പക്ഷേ ഒറ്റൊരു ഗുഡ് ഫ്രണ്ട്, ഒറ്റൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉള്ളതാണ് ഏറ്റവും നല്ല കാര്യം. എപ്പോഴും നല്ല ഒരു ഫ്രണ്ടിനെ മെയിൻറ്റെയിൻ ചെയ്യുക. 1000 ഫ്രണ്ട്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്രണ്ട് മതി. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാനും, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാനും ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിന് കഴിയുക. അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരാളെ നിങ്ങൾ ജസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊന്ന് എടുക്കുക. എന്ത് കാര്യം ഉണ്ടെങ്കിലും അയാളുമായിട്ട് ഷെയർ ചെയ്യുക. മൂന്നാമത്തെ ടിപ്പാണ് നമ്മളെക്കാട്ടി കുറച്ചുകൂടെ ഏജുള്ള, ഇപ്പം നിങ്ങൾക്ക് 25 ഇയേഴ്സ് ആണെന്ന് വയ്ക്കുക, ഒരു 30 വയസ്സുള്ള ഒരാളെ നിങ്ങളൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ചൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നല്ല ഒരു അടുത്തറിയുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും. ആദ്യമേ പറഞ്ഞത് ബെസ്റ്റ് ബഡ്ഡി, ബെസ്റ്റ് ഫ്രണ്ട്, പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മളെക്കാട്ടി കുറച്ചുകൂടെ ഏജുള്ള ഒരാളെയും കൂടി നല്ലൊരു സുഹൃത്തായിട്ട് ചൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയും അവരുടെയും തമ്മിലുള്ള വേവ് ലെങ്ത് ഒരുപാട് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളെക്കാട്ടി കൂടുതൽ അറിവുണ്ടായിരിക്കണം എന്ന് ഞാൻ പറയുകയല്ല, പക്ഷേ ജീവിതത്തിൽ അവർക്കായിരിക്കും കൂടുതൽ അറിവ്. ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് നല്ല രീതിയിൽ അറിയാൻ കഴിയും. സോ ആ ഒരു പർട്ടിക്കുലറായിട്ടുള്ള നിങ്ങളെക്കാട്ടി ഉയർന്ന ഏജുള്ള ഒരാളിനെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ചൂസ് ചെയ്യുക. ഇതിൽ യഥാർത്ഥത്തിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സ് നിങ്ങൾക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതിർന്ന ഒരാളെ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പക്വത ആ പുള്ളിയിൽ നിന്ന് നിങ്ങൾക്കും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതായിരിക്കും. നാലാമത്തെ ഒരു ടോപ്പിക്കാണ് ഫാമിലി ഗെറ്റ് ടുഗദർ, അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദർ. ഞാൻ ആദ്യമേ അത് പറഞ്ഞെങ്കിൽ പോലും, സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്ന് പറഞ്ഞെങ്കിൽ പോലും, ഈ ഫാമിലി ഗെറ്റ് ടുഗദറിനൊക്കെ മാക്സിമം നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതായത് പണ്ടത്തുള്ള എല്ലാ സുഹൃത്തുക്കളും, അതേപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു കല്യാണം, എന്തെങ്കിലും ഒരു ചടങ്ങുകളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾക്ക് എപ്പോഴും ലോൺലിനെസ്സായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നതാണെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ ചെല്ലുമ്പോഴായിരിക്കും പല ആൾക്കാരുടെയും അപ്രോച്ചസ്. അതായത് ഇപ്പം നിങ്ങൾ +2 പഠിച്ചെന്ന് വയ്ക്കുക, അല്ലെന്നുണ്ടെങ്കിൽ 10th സ്റ്റാൻഡേർഡിൽ പഠിച്ച് അതിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദർ, അല്ലെന്നുണ്ടെങ്കിൽ മാരേജിൽ ചെല്ലുമ്പോഴാണ് നമ്മൾക്ക് മോസ്റ്റ്ലി ഒരുപാട് ആൾക്കാരെ, കുറേ നാൾ കാണാതിരുന്ന ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയും ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ഈ മൂഡ് യഥാർത്ഥത്തിൽ മാറ്റുന്നതായിരിക്കും. അതായത് നിങ്ങൾ തന്നെ വിചാരിക്കാത്ത ആൾക്കാർ പോലും നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ ഹലോ സുഖമാണോ അങ്ങനത്തെ ഉള്ള ഒരു രീതിയിൽ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും, ഓക്കെ ഈ പുള്ളിയും എന്നെ ഓർത്തല്ലോ. അത് ആക്ച്വലി നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി തരികയാണ്. സോ ഒരിക്കലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറോ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ഒഴിച്ചു നിർത്താൻ പാടില്ല. എപ്പോഴും അതിനകത്ത് നല്ല ഇൻവോൾവ് ആയിട്ടിരിക്കുക, തുറന്നൊരു മനസ്സോടെ തന്നെ ഇരിക്കുക. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ആൾക്കാർ, ഒരു ജനക്കൂട്ടം നിങ്ങളുടെ ചുറ്റിനും നിൽക്കുകയാണെങ്കിൽ പോലും ലോൺലിനെസ്, അതായത് ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ആ 1000 ആൾക്കൂട്ടത്തിനിടയിൽ പോലും നിങ്ങൾ ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഒറ്റപ്പെട്ടെന്നുള്ളൊരു തോന്നൽ തന്നെ ആയിരിക്കും ഇത്ര ആൾക്കാരുടെ ചുറ്റിന് നിന്നാൽ പോലും നമ്മൾക്കുണ്ടാകുന്നത്. സോ ജസ്റ്റ് ഇതൊന്ന് തിങ്ക് ചെയ്ത് നിങ്ങൾക്കിത് റിക്കവർ ചെയ്ത് മാറ്റാൻ കഴിയുന്നതാണ്. സോ ഫാമിലി ഗെറ്റ് ടുഗദർ, അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സിൻ്റെ ഗെറ്റ് ടുഗദർ, പാർട്ടി അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലെല്ലാം നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുക. 5ാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, ഇത് എല്ലാ ആൾക്കാരും ലോൺലിനെസ് ഫീൽ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഇപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റൊരു ടൈമിലും ഏതെങ്കിലും ഒരു ഓർഫണേജിൽ, അതായത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലോ അല്ലെങ്കിൽ ഒരു ഓൾഡ് ഏജ് ഹോമിലോ നിങ്ങളൊന്ന് സന്ദർശിക്കുക. അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് റീജിയണൽ ക്യാൻസർ സെൻറ്റർ ട്രിവാൻഡ്രം ഒന്ന് സന്ദർശിക്കുക. അവിടെ സന്ദർശിച്ച് കഴിഞ്ഞാൽ വേറെയും യൂസ് ഉണ്ട്. അതായത് മയക്കുമരുന്നിനും ഈ പാൻ മസാലയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് പോയി കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ക്യാൻസർ പേഷ്യൻസിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തന്നെ ഉപയോഗിക്കുന്നതെല്ലാം യൂസ് ചെയ്യും. ഇപ്പം നമ്മുടെ ടോപ്പിക്ക് അതല്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു അനാഥാലയം സന്ദർശിക്കുക. അവിടെ ചെല്ലുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ നിങ്ങൾക്കുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു. പക്ഷെ ഒന്നുമില്ലാത്ത ആൾക്കാർ നല്ല സന്തോഷത്തോടെ കഴിയുന്നു. സത്യം ജസ്റ്റ് നിങ്ങളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നമ്മൾ കാണിക്കുന്ന ഈ ഒരു മെൻറ്റാലിറ്റി ആക്ച്വലി ഒട്ടും ശരിയല്ല. നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ, സുഹൃത്തുക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരും ഉണ്ട്. അതൊന്നുമില്ലാത്ത ആൾക്കാർ പോലും നല്ല സന്തോഷത്തോടെ കഴിയുന്നു. അതൊരു പിന്നെ നിങ്ങൾക്ക് എന്താണ് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാത്തത്? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക ആൾക്കാരെ. ഓക്കെ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ, എനിക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു കാര്യം, ഈ ഒരിടത്തേക്ക് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക, ഒരു ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത 6ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോൺലിനെസ് മാക്സിമം ആൾക്കാരിലും വരാനായിട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം ഈ പ്രേമ നൈരാശ്യം അങ്ങനത്തെ ഉള്ള ഒരു ഇതാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും ഹൗ ടു ഓവർകം ലവ് ഫെയിലിയർ എന്നും പറഞ്ഞ ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ടോപ്പിക് കണ്ടിട്ടില്ലാത്തൊരു ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കും. പ്രേമ നൈരാശ്യം അങ്ങനത്തെ ഉള്ള ഒരാൾക്കാർ, അതായത് ഇപ്പോൾ ഒരാളെ നഷ്ടപ്പെട്ട് ആ ഒരു ടൈമിൽ ആൾക്കാർക്ക് ജസ്റ്റ് ലോൺലിനെസ് ഫീൽ ചെയ്യാറുണ്ട്. അവരില്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ആ ഒരു നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളയുക. ഇത് ആക്ച്വലി 6ാമത്തെ ഒരു ഫാക്റ്റ് എന്നുള്ള രീതിയിൽ പറയാൻ കഴിയുന്നതല്ല. ഇത് ഈ ഹോൾ ലോൺലിനെസ് ഫുള്ളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മെയിൻ പർട്ടിക്കുലർ തിങ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കാണുക. ഇപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട് പോയെന്ന് വിചാരിക്കുക, അയാൾ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ള ബാക്കി ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താം. നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടുന്നില്ല. സോ ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 7ാമത്തെ ഫാക്റ്റാണ് സ്റ്റേ പോസിറ്റീവ്. എപ്പോഴും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഈ ലോൺലിനെസ്സിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതായത് ഇപ്പം ഞാൻ ലോൺലിനെസ് ഫീൽ ചെയ്യുന്ന ഒരാളാണെന്ന് വയ്ക്കുക. ഇപ്പം ഞാനൊരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു ഫ്രണ്ടിനെ അപ്രോച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ആ ഒരു ടൈമിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തു പോകും. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും, ആ ആൾക്കാർ എന്നോട് എന്തൊക്കെയായിരിക്കും ചോദിക്കുന്നത്, അവൻ എൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറും, ഇപ്പം ഞാൻ നാളെ വേറൊരു ഫ്രണ്ടിനെ കാണാൻ പോയി കഴിഞ്ഞാൽ അവൻ എന്തായിരിക്കും തിങ്ക് ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും തിങ്ക് ചെയ്യാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ
പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതായത് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്താൽ മാത്രമേ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ബോഡിയിലേക്ക് യഥാർത്ഥത്തിൽ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ. എപ്പോഴും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, ഞാൻ ലോൺലിനെസ് ഫീൽ ചെയ്തിരിക്കുകയാണ്, എനിക്കാരുമില്ല, അങ്ങനത്തെ ഉള്ള തോന്നൽ എപ്പോഴും മാറ്റേണ്ടതാണ്. അത് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺലിനെസ്സിൽ നിന്ന്, ഈ ഒറ്റപ്പെടലിൽ നിന്ന് ഒരിക്കലും റിക്കവർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. സൊസൈറ്റിയിലേക്ക് ഇറങ്ങിച്ചെന്ന് ബാക്കിയുള്ള ആൾക്കാരും ആയിട്ട് ജസ്റ്റ് ഒന്ന് മിങ്കിൾ ചെയ്യുക, എല്ലാ ആൾക്കാരുമായിട്ട് ഇടപഴകുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ലോൺലിനെസ് എന്ന് പറയുന്ന സാധനത്തിനെ അടിച്ചു മാറ്റിക്കളയാൻ കഴിയത്തുള്ളൂ. എട്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഒരു ഹോബിയല്ല, ഒരു 2-3 ഹോബീസ് ഫോളോ അപ്പ് ചെയ്യാൻ പഠിക്കണം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഹോബി ഉണ്ടെന്ന് വയ്ക്കുക. ഇപ്പോൾ ഈ ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരാൾ മ്യൂസിക് കേൾക്കുന്നു, ആ ഒരു ഹോബി ആണെന്നുണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കുന്ന തെറ്റല്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ആ ഒരു ഹോബി ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങളെപ്പോഴും അതിനകത്തേക്ക് തന്നെ ഇൻവോൾവ് ചെയ്ത് വീണ്ടും ആ ഒരു ലോൺലിനെസ്സിലേക്ക് തന്നെ പോകാൻ വളരെ കൂടുതൽ ചാൻസാണ്. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് 3 ഹോബീസ് എങ്കിലും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അതായത് ഒന്നാമത്തെ ഹോബി എന്ന് പറയുന്നത് മ്യൂസിക് കേൾക്കുക. ഓക്കെ. രണ്ടാമത്തെ ഹോബീസ് നിങ്ങൾ എന്തെങ്കിലും ഫിലാറ്റലി കളക്ഷൻസ്, കോയിൻ കളക്ഷൻസ്, അങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത്തെ ഹോബീസ് എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതൽ വായിക്കുക, അങ്ങനത്തെ ഒരു ഇത്. പക്ഷേ ഈ എല്ലാ ഹോബീസും ഉണ്ടായാൽ പോലും നിങ്ങളൊരു ടാർഗറ്റ് എപ്പോഴായാലും വയ്ക്കുക. ഞാൻ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് 3 തവണയെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിലേറ്റീവ്സിനെ എവിടെയെങ്കിലും വെച്ചൊന്ന് മീറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവരൊന്ന് പോയി കാണുക, അല്ലെങ്കിൽ ജസ്റ്റ് അവരുമായിട്ട് ജസ്റ്റ് ഫോണിനകത്തോ അല്ല 24/7 എല്ലാ ഫുൾ ടൈം നമ്മൾക്ക് നെറ്റ് ആക്സസിബിളാണ്. ആ ഒരു ടൈമിൽ ആരുമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അവരുമായിട്ട് ജസ്റ്റ് ചാറ്റിംഗ് അല്ല വേണ്ടുന്നത്, ഫോൺ കോൾ തന്നെ വിളിക്കുക. ജസ്റ്റ് ഫോൺ കോൾ വിളിച്ച് സംസാരിക്കുന്നതും ചാറ്റിങ്ങും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ നിങ്ങൾ അവരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവ് മൈൻഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ലോൺലിനെസ്, ആ ഒരു വേർഡ് അതിനകത്തിങ്ങനെ എന്താ പറയുന്നത്, സർക്കുലേറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വളരെയായിട്ട് സഹായിക്കും. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും ലോൺലിനെസ് അനുഭവിക്കുന്നുണ്ട് ഒരു ടൈമും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. നിങ്ങളുടെ നമ്പർ മാത്രം ഒന്ന് കമൻ്റ് ഇടുക, ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നൊന്നും കമൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഐ നീഡ് വൺ ഹെൽപ്പ്. ഞാൻ നിങ്ങളെ ഷുവറായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇന്നത്തെ എൻ്റെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട്, അതായത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ വീഡിയോസും കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സോ ഐ ആം നിതിൻ എംഎസ്. അടുത്തൊരു പുതിയൊരു ടോപ്പിക്കായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എനിവേ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ബൈ.